നമസ്കാരം. ഹൈ വോൾട്ടേജ് മത്സരം നടന്ന തിരുവനന്തപുരമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ചർച്ചാ വിഷയമാകുന്ന മണ്ഡലം. കേരളത്തിൽ ബി.ജെ.പി. ഏറ്റവും ആദ്യം വിജയപ്രതീക്ഷ വെച്ചു പുലർത്തി തുടങ്ങിയ ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. 2014 തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വക്കോളമെത്തി. എന്തിനേറെ മണ്ഡലത്തിന്റെ പല ഭാഗത്തും ബി.ജെ.പി. പ്രവർത്തകർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഒ. രാജഗോപാൽ പരാജയപ്പെടുന്നത്. 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് ശശി തരൂരിന്റെ വിജയം. 2019 തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. രണ്ടാമതെത്തിയെങ്കിലും കുമ്മനം രാജശേഖരനേക്കാൾ 1,00,000-ലേറെ വോട്ട് പിടിക്കാൻ തരൂരിന് സാധിച്ചു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ബി.ജെ.പി. രണ്ടാം സ്ഥാനത്ത് എത്തിയ ഒരേ ഒരു ലോക്സഭാ മണ്ഡലവും തിരുവനന്തപുരമാണ്. കഴിഞ്ഞ 2 തവണയും നഷ്ടമായ മണ്ഡലം ഇത്തവണ ഏതു വിധേനയും പിടിക്കുകയെന്ന ലക്ഷ്യം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബി.ജെ.പി. ഉയർത്തിയിരുന്നു. ഇതിനായി ദേശീയ നേതാക്കളെ തന്നെ തിരുവനന്തപുരത്ത് ഇറക്കുമെന്ന പ്രചാരണമുണ്ടായി. ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്നും ജനവിധി തേടാനുള്ള സാധ്യതകളും ഉയർന്നു വന്നിരുന്നു. പിന്നെയുള്ള ചർച്ചകൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്നാൽ ഒടുവിൽ നറുക്കു വീണത് കേന്ദ്രമന്ത്രിയും മലയാളിയുമായ രാജീവ് ചന്ദ്രശേഖറിനായിരുന്നു. സംസ്ഥാനത്ത് ഇത്തവണ ബി.ജെ.പി. വിജയിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരമായിരിക്കുമെന്നാണ് പല ദേശീയ മാധ്യമങ്ങളും പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ അവകാശപ്പെടുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഇത്തവണയും UDF തന്നെയെന്നാണ് മനോരമ ന്യൂസിന്റെ എക്സിറ്റ് പോൾ പറയുന്നത്. സർവേയുടെ ഭാഗമായ 37.86% പേരും ശശി തരൂരിന് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. രാജീവ് ചന്ദ്രശേഖറിന് 35.25% വോട്ട് ലഭിക്കുമ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് 25.58% വോട്ട് മാത്രമേ ലഭിക്കൂ എന്നാണ് മനോരമ ന്യൂസ് കണ്ടെത്തൽ. മണ്ഡലം ഇളക്കിമറിച്ചുള്ള പ്രചാരണത്തിൽ തന്നെയാണ് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് നേടാൻ കഴിയാതെ പോയ ചില വിഭാഗങ്ങളുടെ വോട്ട് പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ടെന്നും ബി.ജെ.പി. അവകാശപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാത്തവരെ കൊണ്ടുപോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യിപ്പിക്കുമെന്നും നേതാക്കൾ പറയുന്നു. UDF ക്യാമ്പിലാവട്ടെ തരൂർ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ആത്മവിശ്വാസക്കുറവുമില്ല. തരൂരിന്റെ പ്രതിച്ഛായ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി UDF കാണുന്നത്. ബി.ജെ.പി. വോട്ട് പ്രതീക്ഷിക്കുന്ന വിഭാഗങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലാൻ തരൂരിന് കഴിയും. മാത്രവുമല്ല, ന്യൂനപക്ഷ സമുദായങ്ങൾ പതിവ് പോലെ തങ്ങളെ പിന്തുണയ്ക്കുമെന്നും UDF കണക്കുകൂട്ടുന്നു. എക്സിറ്റ് പോളുകളിലും മറ്റും LDFന് വലിയ പ്രാധാന്യം നൽകുന്നില്ലെങ്കിലും വോട്ടെണ്ണുമ്പോൾ അത്ഭുതങ്ങൾ കാണാമെന്നാണ് ഇടത് ക്യാമ്പുകളുടെ അവകാശവാദം. പന്ന്യൻ രവീന്ദ്രന്റെ ജനകീയത തന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാന കാരണം. കഴിഞ്ഞ 2 തവണത്തെക്കാളും മികച്ച പ്രകടനം ഇത്തവണ എന്തായാലും അവർ ഉറപ്പു നൽകുന്നു. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. കോവളത്തൊഴികെ എല്ലായിടത്തും ഇടത് MLA-മാരാണ്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങളിൽ ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തുണ്ട്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞകാല കണക്കുകൾ പറയുമ്പോൾ എന്താവും പുതിയ കണക്കെന്ന് ഫലം വരുമ്പോഴറിയാം.